യുവജനോത്സവത്തിന്റെ ഒരു പുതിയ വേർഷൻ പോലെ മോഹിനിയാട്ടത്തിന്റെ ഒരു ചെറിയ സീക്വൻസ് നിങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ ചെറിയൊരു ഇത് ആ തോന്നിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമല്ലേ അതെ അതെ അത്. അതെ 87 എന്തോ ആണ് അതെ എന്തോ. അതെ 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 4 പതിറ്റാണ്ടിന് ശേഷം ഒരേ അത് പാറ്റാണ്. കോമ്പിനേഷൻ. അതെ. പത്രസമ്മേളനത്തിനൊക്കെ നിങ്ങൾ അടുത്തിരിക്കുമ്പോ എന്റെ മനസ്സിൽ പോയിരുന്നത് ആ ഉവ്വ് സീക്വൻസ് ഉവ്വ്. ആയിരുന്നു. അല്ല, ഞങ്ങൾ വേറെയും പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പഴയ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ ഒക്കെ പടമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന്. പക്ഷെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഇപ്പം. Yes. മലയാളം. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ അതെ. മിസ് ചെയ്തിരുന്നോ? സിനിമയെ സിനിമാക്കാർ സന്തോഷേട്ടനെ മിസ് ചെയ്തിരുന്നോ? മിസ് ചെയ്തിരുന്നോന്ന് ചോദിച്ചാൽ ചിലരിങ്ങനെ FBയിലൊക്കെ ഇവർ ഇടാറുണ്ട്. ആ പൊതുവെ അങ്ങനെ ഇടാറുണ്ട് ആ അവർ. ഇടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അവർ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് കട്ടയ്ക്ക് കട്ട നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലർ ഇടാറുണ്ട്. ഞാൻ പറഞ്ഞ് എപ്പോഴും അങ്ങനെ പറ്റുമോ, സാധിക്കുമോ? ആ ആ ആ എപ്പോഴും അങ്ങനെ സാധിച്ചോളണമെന്നില്ല. ഒരേ ടീം തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ചേഞ്ച് ഫീൽ ചെയ്യില്ല. ഉം, 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 പണ്ട് നസീർ സാറും ഒക്കെ എന്ന് വെച്ചാൽ അന്ന് ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഉം, അപ്പോൾ ഒരേ ആർട്ടിസ്റ്റ് തന്നെയാണ് എല്ലാം ചെയ്യണം. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ ഉണ്ട്. ഉം, ഉം, ഉം. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. മറ്റേ എയും ബിയേ ഉള്ളൂ. ഇപ്പോൾ ഇസഡ് വരെ ഉണ്ട് ഓപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കണ കാര്യമില്ല. ഉം, പിന്നെ ഇടയ്ക്ക് കുറച്ച് വേഷം മോശമായി തുടങ്ങിയപ്പോഴത്തേക്ക് മനസ്സിന് ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. ഉം. ഇങ്ങനെ വിഷം വേഷം വെച്ചാൽ മോശമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കഥ പറയുന്ന വേഷമായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ വെളിയിൽ നിന്നൊരു വില്ലൻ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കീഴിൽ നിന്ന് ചെയ്യുന്ന പോലെ വരിക. അപ്പോൾ അത് ചെറുപ്പകാലത്തൊക്കെ നമുക്കത് സുഖമായിട്ട് തോന്നും. പക്ഷെ കാശ് കിട്ടുക എന്നുള്ളത് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ട് ചെയ്യണമെന്നുള്ള തോന്നൽ വരും. അപ്പോഴും ഇതുപോലെ ടൈപ്ഡായിട്ട് വരുമ്പോൾ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ട് വരും. ഈ ആളുകൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ ദിലീപ് സിനിമകളിലെ സാന്നിധ്യം, ഉവ്വ്. പ്രത്യേകിച്ച് റൺവേയിലൊക്കെ. നല്ല അത് വേഷങ്ങൾ. ദിലീപുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് സംഭവിക്കണോ, അതോ ഉദയകൃഷ്ണ സിബിക്ക് തോമസ് ഇവരായിട്ടുള്ള സൗഹൃദം കൊണ്ട് സംഭവിക്കുന്നതാണ്? അത് അവരുകൊണ്ടുള്ള സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സൗഹൃദം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാര്യം നല്ല സുഹൃത്തുക്കളാണ് ഞാനും ദിലീപ്. ഇപ്പോൾ ഉദയനാണെങ്കിലും സിബി ആണെങ്കിലും അവൻ്റെ വീട്ടിൽ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വിളിക്കാറുണ്ട്. ഞാൻ സിബിയുടെ അവിടെ പോകാറുണ്ട്. പിന്നെ ജോഷ് ചേട്ടൻ. ജോഷ് ചേട്ടൻ്റെ കൂടെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടം. അപ്പോൾ ആ ഒരു ബന്ധവും അതിലുണ്ട്. ഈ റൺവേയിലെ സീൻസ് ഉണ്ടല്ലോ, ഉവ്വ്. അച്ചുവേട്ടനും അച്ചായനിലെ അച്ചായൻ. അച്ചുവേട്ടൻ മറ്റേ ആളും. അപ്പൊ പരമശിവം ഒരു നോട്ടം നോക്കിയാൽ മനസ്സിലാവുന്ന ഒരാളാണ് അതെ. അച്ചായൻ. ഞാൻ പോയി തീർക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അത്ര ഒരു മാസ് വെയിറ്റേജ് ആണ് ഫീൽ ചെയ്യുന്നത്. റൺവേ അവനെ തട്ടിയൊക്കെ അതെ തട്ടിയേക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുക. തട്ടിയാക്കട്ടെ. അപ്പൊ അത് അങ്ങനെ ഒരു വേഷം റൺവേ ഇറങ്ങിയതിന് ശേഷം കിട്ടിയിരുന്ന ഒരു അപ്രീസിയേഷൻ അതൊക്കെ ഒന്ന് ഇപ്പൊ ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? നല്ല അപ്രീസിയേഷനാണ് കിട്ടിയിട്ടുള്ളത് റൺവേ. കാരണം എന്ന് വെച്ചാൽ അതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും 20-ാം നൂറ്റാണ്ടിലെ ലോറൻസിൻ്റെ കഥാപാത്രം പറയുമായിരുന്നു. കാര്യം സാക്രിഫൈസ് ചെയ്യുന്ന കഥാപാത്രം, വെറുതെ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാപ്സ് വരുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ വന്നൊരു ഇങ്ങനെ പേര് കിട്ടുന്നൊരു സാധനം എന്ന് പറയുന്നത് അതായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് തന്നെ ഏകദേശം വന്നതാണ് ചന്ദ്രോത്സവം. നല്ല വേഷമായിരുന്നു അത്. തിയേറ്ററിൽ അധികം ഓടിയില്ല, പക്ഷേ ടി വിയിൽ വരുമ്പോൾ ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഗ്യാങ്ങിലെ പ്രധാനിയാണല്ലോ. എന്നുവെച്ചാൽ സമപ്രായം. അതെ, സമകാലീനർ. മറ്റവരൊക്കെ മൂത്തതാണ് കൂടെ ഉള്ളത്. ശ്രീ മോഹൻലാലുമായിട്ട് മാത്രം സ്ക്രീനിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അടുപ്പവും അല്ലെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഫീൽ ചെയ്യും. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നമ്മൾ ഡയലോഗ്സ് പോലും ഒന്നും ഇല്ല, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യാമെന്നൊരു തോന്നൽ വരില്ല. ഓക്കെ മോഹൻലാല് ഞാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് മീൻസ് MG കോളേജിൽ. ലാൽ ഒരേ കാലഘട്ടത്തിൽ ലാല് കോമേഴ്സ് ആയിരുന്നു, ഞാൻ മാത്സ് ആയിരുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതലേ അറിയാം. അന്ന് പാർട്ടി കളിച്ച് നടക്കുന്ന കാലത്തെ അറിയാം. കോളേജിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ എഡിറ്ററൊക്കെ ആയിരുന്നു അവിടെ. Magazine എഡിറ്ററൊക്കെ ആയിരുന്നു. ഒരു തവണ ത്യാഗരാജ മാസ്റ്ററുടെ ഒരു മെമ്മറിയർ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അതായത് സാറ് അദ്ദേഹത്തിന് കുറച്ച് അഭ്യാസമുറകളൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ത്യാഗരാജ മാസ്റ്റർ പറഞ്ഞു, ഇത് വേറൊരാൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ആ സംഭവം എന്ന് പറയാം. അത് മാഷ് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുക, മാസ്റ്ററെ പോയിട്ട് തോണ്ടി കളിപ്പിക്കുക, കിക്കിളാക്കുക, ഇങ്ങനത്തെ ചില പരിപാടികളുണ്ട്. അപ്പോൾ കാരണം നീയും MG കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആമാ. ഇല്ല, ഒരാൾ ഏക്കനവേ വന്ന് ഇതെല്ലാം കാമിച്ചാച്ചൻ. അപ്പം ലാല്
അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഏകദേശം സ്വഭാവം വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഉം. ഈ തിരനോട്ടം എന്നുള്ളൊരു പരിപാടിയില് സാർ പറയുന്നൊരു വാചകമുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന മോഹൻലാൽ അല്ല, അതിനേക്കാൾ ഇരട്ടി ഇരട്ടി കുസൃതിക്കാരനായ ഒരു ആയിരുന്നു. മോഹൻലാൽ ഉണ്ടായിരുന്നു അതെ. കോളേജിൽ. അതിന്റെ കോളേജ്. ചെറിയൊരു പതിപ്പ് മാത്രമാണ് നിങ്ങളിപ്പോ അത്രേ ഉള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാര്യം എത്രമാത്രം അവിടെയെന്ന് സത്യമാണ്? പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു ലാൽ. ഒരു നേരം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. കോളേജിൽ എല്ലായിടത്തും ഓടി നടന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതിലൊരുപാട് തമാശകളുണ്ട്. കുറേ തമാശ പുറത്ത് പറയാൻ പറ്റും, കുറേ പറയാൻ പറ്റില്ല. കോളേജ് ലൈഫിൽ പലതും ഉണ്ടാവും. അപ്പോൾ ആഹാഹാഹാ. അതെല്ലാം നമുക്ക് പറയാൻ പറ്റണമല്ല. കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പിന്നെ അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ ക്യാമറാസോ ഫോണിൽ ക്യാമറ ഇതൊന്നും ഇല്ല. ഉം. പ്രൈവസി ഉണ്ടായിരുന്നു ഒരുപാട്. ഒന്നിനും തെളിവില്ല. ആ ആ. പ്രൈവസി ആ. ഉണ്ടായിരുന്നു. സ്വകാര്യതയുണ്ട്. അത് ഉണ്ട്. ഇപ്പം അതില്ല. ഉം. ഉം. അന്നാ എംജി കോളേജിൽ പഠിക്കുകയാണെങ്കിൽ മറ്റേ അവിടുത്തെ തെങ്ങിലെ മുഴുവൻ കരുക്കുകളും കുടിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ഓഹോ! സ്റ്റുഡൻസ് തന്നെ. പിന്നെ അവസാനം ഒരു ഫൈനും കൂടെ കൊടുക്കും ഹോൾ ടിക്കറ്റ് ആ, കിട്ടുന്നതിനായിട്ട്. ആ. കാര്യം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഒരു കുട്ടികളും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ കാലഘട്ടം മാറിപ്പോയി. അവർക്കത് ചെയ്യാനുള്ള സാഹചര്യമില്ല. അപ്പൊ ഈ യുവജനോത്സവത്തിൽ കരിക്കിട്ട് കുടിക്കുന്ന, കരിക്ക് മോഷ്ടിക്കുന്നത് റിയൽ ലൈഫ് ഇൻസ്പയർഡ് റിയൽ ആണല്ലേ? ലൈഫിൽ എംജി കോളേജിലൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ്. ആ സമയത്ത് വലിയൊരു അപകടവും പറ്റേണ്ടതായിരുന്നു അല്ലേ? ആ അത് മറ്റേ ഒരു ഏണി ഒടിഞ്ഞു പോകുന്ന ഒരു ഇത്. ഏണി ഒടിഞ്ഞു പോയി. ഈ സാധാരണ തെങ്ങിൽ ചാരിയപ്പോ. പിന്നെ പച്ച മടലിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും. പക്ഷെ ലാൽ അതിനെ ഇങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ ഇറങ്ങണ്ട ചവിട്ടി അതിലേ പോരാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അതൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഒരു രീതിയിൽ ത്രണ്ടലൊടിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായേനെ. പിന്നെ മുകളിൽ നിന്ന് വീണാ ഒടിഞ്ഞു പോകും. സ്വാഭാവികമാണ്. 2 ഏണി കെട്ടി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ കയറി. ഇച്ചിരി ഹൈറ്റ് കൂടുതലായിരുന്നു തെങ്ങിന്. ഉം, ഉം, ഉം. അതുകൊണ്ട് മെർലൻ സ്റ്റുഡിയോയുടെ ബാക്കിലെ തെങ്ങാണത്. ബാക്കിൽ കുറേ തെങ്ങിൻ തോപ്പുണ്ട്. ഉം, ഉം, ഉം. അവിടെയാണത്. ഇപ്പൊ ഇവിടുന്ന് പടികൾ കയറി വരുമ്പോ പോലും സന്തോഷം കാലിനൊരു ചെറിയ ഇല്ല വേദനയുണ്ട്. അത് പണ്ട് ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്നൊരു പടം. അത് 83 സംഭവിച്ചതാണ്. അവിടെ വെച്ചൊരു ഫൈറ്റിൻ്റെ ഇടയിൽ വീണപ്പോഴത്തേക്കൊന്ന് സ്ലിപ്പായതാണ്. അത് അന്ന് അവിടെ ഒരാൾ സെറ്റാക്കി തന്ന് അത് അതുപോലെ ഇരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു 2-3 വർഷത്തിന് മുമ്പ് അതൊന്ന് വീണ്ടും ഒന്ന് ഷേക്കായി ഇളകി. അപ്പോൾ അതിന് ശേഷം ചെറിയൊരു ഇത് വരും. പക്ഷേ ഇപ്പോഴും ഇത്രയും കൊല്ലം ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്. ഇനി ഇത് വെച്ച് തന്നെയാണ് ചെയ്യാൻ പോണത്. ഓടണമെന്ന് പറഞ്ഞാൽ ഓടാൻ ഒക്കില്ല എന്ന് പറയില്ല, ഓടും. ചാടണമെന്ന് പറഞ്ഞാൽ ചാടും. ഇളകിയാൽ നമ്മൾ പിന്നെയും പിടിച്ചിടും. അത്രയല്ലേ ഉള്ളൂ. ഞാനേ ഇപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന് 80സിലെ ആക്ടേഴ്സ് അല്ല അധികവും ഞാൻ കാണാത്തൊരു കാര്യം എന്താ വെച്ചാൽ അവര് കംപ്ലയിന്റ് ചെയ്യുന്നേ ഇല്ല. അതായത് അവർക്ക് ശരീരത്തിനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇല്ല അത് വേദന അത് കംപ്ലയിന്റ് ചെയ്യുന്നില്ല 1. 2 ഇപ്പൊ സിനിമ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി അല്ലെങ്കിൽ സിനിമ കൊണ്ട് അവർക്കൊരു ദോഷം പറ്റിയാൽ അതിനെ പറ്റിയിട്ടും അവർ ഒരിക്കലും കംപ്ലയിന്റ് പിന്നെ ചെയ്തില്ല. ഈ ക്വാളിറ്റി ആ 80സിലെ ബാച്ചിന് മുഴുവനും ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അതുണ്ട്. കാരണം നമ്മൾ ഒരിക്കൽ കൈ വെറുതെ ഒക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അയ്യോ എന്ന് വിളിക്കാം. നമുക്ക് മുറിയിൽ പോയിരുന്ന് വിളിക്കാം. നമ്മളെ വിളിക്കുന്നു, എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറയുന്നു, അവരത് തരാൻ സമ്മതിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന പ്രോഡക്റ്റ് അതിൻ്റെ എന്നിൽ നിന്ന് അവർക്ക് എന്താണ് വേണ്ടത്? അത് ഞാൻ കൊടുക്കേണ്ട എൻ്റെ ഒരു എന്താ പറയുക ചുമതലയാണ് അവർക്കത് കൊടുക്കുക എന്നുള്ളത്. അവരാവശ്യപ്പെടുന്ന സാധനം. ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളത്തിൽ ചാടണം, ചാടും. പണ്ട് സൈന്യം ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. എന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കയ്യും കാലും ഒക്കെ പ്രശ്നമുണ്ട്. ഉം, 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 അപ്പോൾ അന്ന് ഹാജ ഇങ്ങനെ വന്നിട്ട് ചാടാൻ വന്നിട്ട് അയ്യോ ഇവിടെ എങ്ങനെ ചാടുമെന്ന് ചോദിച്ചു. ഉം, അപ്പോൾ ഞാൻ ജോസേട്ടൻ പറഞ്ഞ് ചാടുന്നവരെ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഉം. എന്നുവെച്ചാൽ കയ്യിൽ തോക്ക് ഇതൊക്കെ ഉണ്ട്. വേറൊരാളെയും കൊണ്ട് വേണം വെള്ളത്തിൽ പോകാൻ. എടാ ഇത് ആ ഷോട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ചെയ്തുകൂടെ, ചെയ്യാം. ഷോട്ട് എടുത്തു. എന്നിട്ട് ഹാജൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തോ കാണിക്കുന്നത്? ചോദിച്ചെന്ത്? ഞാൻ പറഞ്ഞു വെള്ളത്തിലല്ലേ വീഴണം, അതിനിപ്പോൾ എന്താ പ്രശ്നം? പാറയുടെ പുറത്തല്ലല്ലോ, ഇപ്പൊ പറയുടെ പുറത്താണെങ്കിലും ചാട് തന്നെ. ചാട് തന്നെ. ഇപ്പം കടലിൽ മറ്റേ ചാടി കയറുക വെള്ളത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ട് വിജയരാഘവൻ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എടാ നിനക്ക് നീന്താൻ അറിയില്ല, നീ എന്താ ഇങ്ങനെ ചാടി കയറണമെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ വെള്ളത്തിൽ വീണാൽ പിന്നെ എടുത്ത് വെളിയിടൂല്ലേ, പിന്നെന്താന്ന് ചോദിച്ചു. പക്ഷെ ഈ ഇപ്പം എടുക്കുന്ന ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ, സമയം അവസാനിക്കണമെങ്കിൽ അതായാലും പോരെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാലും ഇപ്പം എന്താ പ്രശ്നം? കുറച്ച് ക്രേസി ആണല്ലേ? ക്രേസി അല്ല. കാരണം നോ എന്നൊരു കാര്യം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല.